നമസ്കാരം എല്ലാ മലയാളി പ്രേക്ഷകർക്കും SU വിഷൻ അവതരിപ്പിക്കുന്ന അൺബോക്സിംഗ് ആൻഡ് ഇൻസ്റ്റാളിംഗ് എന്ന മറ്റൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ഒരു മൊബൈൽ ഫോണാണ്. പക്ഷേ സാധാരണ നമ്മളെല്ലാവരും കണ്ട പോലത്തെ ഒരു മൊബൈൽ ഫോണല്ല ഈ ഒരു അൺബോക്സിംഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതൊരു സെക്കൻഡ് ഹാൻഡ് ഫോണാണ്. നമുക്കറിയാം ഫ്രഷ് ഫോണുകൾ നമ്മൾ വാങ്ങി പരിചയമുള്ളവരാണ് നമ്മുടെ മലയാളികൾ. ഓൺലൈൻ ഫ്ലിപ്കാർട്ട്, ആമസോണിലൊക്കെ നമ്മൾ ഫ്രഷ് ഫോണുകൾ നമുക്ക് ഓർഡർ ചെയ്ത് വരുത്തിക്കാറുണ്ട്. അത് അൺബോക്സ് ചെയ്ത് ഇടാറുമുണ്ട്. ഒരുപാട് ആളുകൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ റിവ്യൂ, ഫോണിനെ പറ്റിയുള്ള റിവ്യൂ. പക്ഷേ ഇത് അങ്ങനെയല്ല. ഈ ഒരു വീഡിയോ വ്യത്യാസമാണ്. ഇത് സെക്കൻഡ് ഹാൻഡ് ഫോൺ ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്. നമുക്ക് ഓൺലൈനിലായിട്ട് നമുക്ക് സെക്കൻഡ് ഹാൻഡ് ഫോൺ, റീഫർബിഷ്ഡ് ഫോൺ എന്നാണ് പറയാം. സെക്കൻഡ് ഹാൻഡ് ഫോൺ നമ്മൾ വാങ്ങുമ്പോഴുള്ള ഒരു പേരാണ് റീഫർബിഷ്ഡ്. അപ്പോൾ ആ പേര് മറക്കണ്ട. അപ്പോൾ ഈ അധ്യായത്തിൽ ഇതിനെപ്പറ്റി ഉടനീളം സംസാരിക്കുകയാണ്. ഒരു ഫോൺ വാങ്ങുക, അതിന് കംപ്ലയിൻറ്റ് കണ്ടെത്തുകയാണെങ്കിൽ അത് റിട്ടേൺ ചെയ്തിട്ട് റീഫണ്ട് വാങ്ങിയ ശേഷം വേറെ ഫോൺ ഓർഡർ ചെയ്യുക. ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ മാത്രമാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്, ഫ്രഷ് ഫോണുകളുടെ കാര്യമല്ല. അപ്പോൾ ഇന്ന് ഞാൻ മോട്ടോറോളയുടെ ഫോണാണ്, റീഫർബിഷ്ഡ് ഫോൺ അങ്ങനെ വേണം പറയാം. റീഫർബിഷ്ഡ് ഫോണാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഫ്ലിപ്കാർട്ടുകാർ എനിക്ക് റീഫർബിഷ്ഡ് ഫോൺ എനിക്ക് സെൻഡ് ചെയ്തത് എൻ്റെ കയ്യിൽ കിട്ടിയത് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ്. ഇത് മോട്ടോറോള എന്നാണ് ഈ കമ്പനി. മോട്ടോറോള E7 പവർ എന്നാണ് എൻ്റെ മോഡൽ നെയിം വരുന്നത്. ബ്ലൂ നിറത്തിലുള്ള 2GB റാം, 32 GB റോം വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണ്? ഇതിൻ്റെ MRP റേറ്റ് 13,000 രൂപയാണ് അത് കാണിക്കുന്നത്. MRP എനിക്കിത് കിട്ടിയത് 6,600 രൂപ, 6,600 സംതിങ് ആണ് വരുന്നത് എനിക്ക് സെക്കൻഡ് ഹാൻഡ് ഫോണിന് കിട്ടിയ റേറ്റ്. ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് വരുന്നത് ഏകദേശം 13,000 രൂപയാണ് ഇതിനകത്ത് MRP കാണിക്കുന്നത്. അത്രയൊന്നും ഉണ്ടാവില്ല, ഓൾമോസ്റ്റ് അത്രയാണ് ഇതിപ്പോൾ കാണിക്കുന്നത്. കാലം കഴിയുന്നതനുസരിച്ച് റേറ്റ് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫോൺ എനിക്ക് 6,600 അടുത്തോളം കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ വാങ്ങിയപ്പോൾ ഇതിൻ്റെ കാറ്റഗറി, അതായത് ഇതിൻ്റെ ക്വാളിറ്റി കാറ്റഗറി അവർ പറഞ്ഞത് സൂപ്പർബ് എന്ന പറഞ്ഞ കാറ്റഗറിയിൽ പെടുത്തിയിട്ടാണ് എനിക്ക് തന്നത്. അപ്പം സൂപ്പർബ് നമ്മൾ കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള ഫോണായിരിക്കും. അതായത് ഓരോ ക്വാളിറ്റിക്ക് അനുസരിച്ച് ഇവർ പേര് കൊടുത്തിട്ടുണ്ട്. സൂപ്പർബ്, ലൈക്ക്, ന്യൂ ലൈക്ക്, സൂപ്പർബ്, ഗുഡ്, വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞ ഓരോ കാറ്റഗറി. അപ്പോൾ ഈ ഏതെങ്കിലും ഞാൻ വാങ്ങിയ കാറ്റഗറി സൂപ്പർബാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫോൺ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഉള്ളൊരു ഫോൺ തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതൊരു 3 വീഡിയോ സീരീസുകളാണ്. അത് കാരണം വെച്ചാൽ ഇത് ആദ്യം ഞാനൊരു ഫോൺ വാങ്ങുന്നു, ഇത് ഞാൻ റിട്ടേൺ ചെയ്യുന്നു, അതിനുശേഷം മറ്റൊരു ഫോൺ വാങ്ങുന്നു, അത് ഞാൻ യൂസ് ചെയ്യുന്നു. ഇത്തരത്തിലൊരു 3 വീഡിയോ. അപ്പോൾ ഇത് വാങ്ങലും ഈ റീഫർബിഷ് ഫോൺ എങ്ങനെ വാങ്ങാം, അതിനകത്ത് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാം, സെക്കൻഡ് ഹാൻഡ് ഫോണുകളെ സംബന്ധിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ യൂസ്, അതായത് ഫ്രഷ് ഫോണുകൾ, നമുക്ക് ആപ്പിളിൻ്റെ ഐഫോണൊക്കെ നമ്മൾ ഫ്രഷ് ഫോണുകളാണ് വാങ്ങുക. പക്ഷേ അതേ സ്ഥാനത്ത് തന്നെ ജസ്റ്റ് ഒന്ന് ബോക്സ് ഓപ്പൺ ചെയ്ത് സെക്കൻഡ് ഹാൻഡ് ഫോൺ ഇട്ട്, പക്ഷേ അതിൻ്റെ പകുതി പൈസകൾ നമുക്ക് ലഭിക്കും. ഈ ഇത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് കൊടുത്ത് ഫ്രഷ് ഫോണുകളെക്കാളും നല്ലത് ഇത്തരത്തിലുള്ള സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ വാങ്ങി യൂസ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം ഏതൊരു ഫോണും ഫ്രഷ് വാങ്ങി 2-3 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് ഇടിയും. അപ്പോൾ അതിലും ഭേദം നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് ഫോൺ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫോൺ, നമ്മൾ കംപ്ലയിൻറ്റ് ഇല്ലെങ്കിൽ അത് വെരി ഗുഡ് ആണ്. ഇതിൻ്റെ വാറണ്ടി കാർഡ്, കണ്ടീഷൻസ് ഒക്കെയാണ് അവർ കാണിക്കുന്നത്. ഇതിനകത്ത് ഞാൻ കാണിച്ചിരിക്കുന്ന ഈ ഒരു വെബ്സൈറ്റ് extracover.com എന്നുള്ള വെബ്സൈറ്റിൽ ഞാൻ കയറിയപ്പോൾ ഇതിനകത്ത് ഇതേ ഫോൺ എനിക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ എക്സ്ട്രാ കവറിൽ നിന്ന് ഓർഡർ കൊടുത്തിട്ടാണ് ഫ്ലിപ്കാർട്ടുകാർ ഈ റിഫർബിഷ്ഡ് ഫോൺ എനിക്ക് കൈമാറിയതെന്ന് എനിക്ക് ഇതിൽ നിന്ന് ഞാൻ സ്വന്തമായിട്ട് മനസ്സിലാക്കി. അപ്പോൾ ഞാൻ ഈ വെബ്സൈറ്റിൽ ഞാൻ നേരിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ എനിക്ക് ഇതേപോലെ തന്നെ അവർക്ക് അവരുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓരോ വെബ്സൈറ്റിലും ഒരുപാട് സെല്ലർമാരുണ്ടാവും. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിന് തന്നെ, ആമസോണിന് തന്നെ ഒരുപാട്, അങ്ങനെ അല്ലെങ്കിൽ പേടിഎമ്മിന് തന്നെ ഒരുപാട് സെല്ലർമാരുണ്ടാകും. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങുമ്പോഴും ഈ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടെ റേറ്റ് കുറച്ച് നമുക്ക് ലഭിക്കാൻ അവിടെ കാരണം. പക്ഷേ അത് നമുക്ക് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് കുറച്ച് കുരുക്കാണ്. റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്തെങ്കിലും റിട്ടേൺ ചെയ്ത് എടുക്കാനുള്ള പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ നമ്മൾ നേരിട്ട് ഇത്തരത്തിലുള്ള എക്സ്ട്രാ കവർ എന്ന സൈറ്റിൽ ഡയറക്റ്റ് സെല്ലർമാരുടെ കയ്യിൽ നിന്ന് അവരുടെ ഇഷ്ടത്തിനായിരിക്കും അവർ നമുക്ക് റീപ്ലേസ് ചെയ്ത് തരിക, അല്ലെങ്കിൽ അവരെ ഇഷ്ടം നോക്കിയിട്ട് നമുക്കൊരു പിടിവള്ളി ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇതാണ് ഫോണിൻ്റെ ഒരു ലുക്ക് ഇങ്ങനെയാണ്. അത്യാവശ്യം നല്ല സ്ക്രാച്ചസ് ഒന്നും ഞാൻ വലുതായിട്ടൊന്നും കാണുന്നില്ല. നല്ല ബ്ലൂ ആണ്, നല്ല ക്ലിയർ ബ്ലൂ ആണ്, മെറ്റാലിക്, അടിപൊളി നിറം തന്നെയാണ്. ഒരു അതിന് മുകളിലൊരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. ഒരു പുതിയ ഫോൺ എന്ന് തന്നെ പറയാം, പക്ഷേ യൂസ്ഡ് ആണ്. ഇതിൻ്റെ സ്പീക്കർ ഡൗൺ ആണ് വരുന്നത്. അതുകൊണ്ട് ഫിംഗർ പ്രിൻ്റ് ഉണ്ട്, 2 ക്യാമറയുണ്ട്, അത്യാവശ്യം നല്ല ക്യാമറയുണ്ട്, ട്രിപ്പിൾ സ്ലോട്ട് വരുന്നുണ്ട് മെമ്മറി കാർഡിനും, അതുപോലെ തന്നെ സിമ്മിനും. അതുപോലെ തന്നെ ടൈപ്പ് സി ആണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത്. ഒരു സൗണ്ട് റെക്കോർഡിംഗ് സ്പീക്കർ കാണാം, ഫ്രണ്ട് ക്യാമറയുണ്ട്. ഓൾമോസ്റ്റ് അടിപൊളി എന്ന് വേണമെങ്കിൽ പറയാം, കൊള്ളാം, ഗുഡ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ ഫോൺ ഞാൻ ഇതിൻ്റെ ഹാർഡ്വെയർ ഭാഗം മാത്രമാണ് പരിശോധിക്കുന്നത്. സോഫ്റ്റ്വെയർ, അതായത് ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് നോക്കുമ്പോഴാണ് അതിൻ്റെ സോഫ്റ്റ്വെയർ ഭാഗത്ത് എന്തെങ്കിലും ബഗ്സ് കുടുങ്ങിയിട്ടുണ്ടോ എന്നറിയാൻ കഴിയാം. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഒരു വാറണ്ടി തന്നിട്ടുണ്ട്, 12 മാസത്തെ വാറണ്ടി അവരെനിക്ക് നൽകിയിട്ടുണ്ട്.
വെരി ഗുഡ് തന്നെയാണ്. വാറണ്ടി നമുക്ക് പീരീഡിൽ നമുക്ക് എന്ത് ചെയ്ത് സർവീസ് ചെയ്യാനുള്ളൊരു കാര്യങ്ങളും മറ്റും ആണ് ഈ വാറണ്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതും പിന്നെ കൂടുതൽ ലഭിക്കുന്നുണ്ട്. പിന്നെ അവർ തന്നിരിക്കുന്ന ചാർജർ അതും കൂടെ എനിക്ക് ചെക്ക് ചെയ്യണം. ഒറിജിനൽ ചാർജർ തന്നെയാണോ തന്നിട്ടുള്ളത് എന്നുള്ളതും കൂടെ എനിക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ചാർജറും അതിൻ്റെ ടൈപ്പ് സി പോർട്ടിലുള്ള ഒരു USB കേബിളും അതിൻ്റെ കൂടുതൽ ലഭിച്ചിട്ടുണ്ട്. കാരണം ഇതൊന്നും യൂസ്ഡ് ആകുമ്പോൾ ഒറിജിനൽ ചാർജർ തന്നെ കിട്ടിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ, ഇത് ഒറിജിനൽ ചാർജർ തന്നെയാണ്. മോട്ടോറോളയുടെ എംബ്ലം അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഒറിജിനൽ ചാർജർ തന്നെയാണ്, അതിനകത്ത് വലിയ മാറ്റമൊന്നുമില്ല. ഓക്കെ, നല്ല കേബിൾ അടിപൊളിയാണ്. പുതിയ കേബിൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അത് യൂസ്ഡ് കേബിളൊന്നുമല്ല, പുതിയ കേബിൾ തന്നെയാണ്. ഇതെങ്ങനെ അവർക്ക് ലഭിക്കുന്നത്? ഇപ്പോൾ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ എക്സ്ചേഞ്ച് ഓഫറുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഫോണുകളൊക്കെ ആയിരിക്കും ഇവർ ഈ തരത്തിൽ ഒന്ന് പൊടി തട്ടി സർട്ടിഫൈഡ് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റിക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നല്ല വൃത്തിക്കൊന്ന് പേക്ക് ചെയ്ത് പുതിയ ചാർജറൊക്കെ സെറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് അയക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇതിനൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിൻ്റെ സിം എടുക്കുന്നില്ല എന്നാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇത് ഞാൻ റിട്ടേൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, അത് നെക്സ്റ്റ് വീഡിയോയിൽ 3 പാർട്ടാണ്, നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം.